നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാനുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹിമാനെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അബ്ദുറഹിമാൻ നേരിട്ട് ആശയവിനിമയം നടത്തിയതിന്റെ രേഖകളാണ് പുറത്തു വന്നത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന തരത്തിലുള്ള മുൻ മന്ത്രിയുടെ ഇമെയിൽ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. 2025 ഒക്ടോബർ 18 FAക്ക് അയച്ച ഇമെയിലാണ് പുറത്തു വന്നത്. കരാർ റദ്ദാക്കിയ AFAയുടെ നടപടിക്കെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഇമെയിലിലുള്ളത്. AFA RBC കരാർ വെറും വാണിജ്യ കരാർ അല്ലെന്നും സർക്കാർ മുൻകൈയിലുള്ള ഉറപ്പാണെന്നും അബ്ദുറഹിമാൻ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. 130 കോടി ജനങ്ങൾ കേരള സർക്കാരിനെ വിശ്വസിച്ചുവെന്നും ഒരു രാജ്യത്തിന്റെ മുഴുവൻ വിശ്വാസവും കരാറിലുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരള സർക്കാർ നൽകിയ ഉറപ്പുകൾ അവഗണിച്ചതിൽ പ്രതിഷേധിക്കുന്നതായും കരാർ റദ്ദാക്കിയ നടപടിയിൽ സർക്കാരിനും ബാധ്യതയുണ്ടെന്നും ഇമെയിലിൽ പരാമർശമുണ്ട്. ശ്രദ്ധേയമായി പുറത്തുവന്ന ആശയവിനിമയങ്ങളിൽ കായിക സെക്രട്ടറിയുടെയോ കായിക ഡയറക്ടറുടെയോ സാന്നിധ്യമില്ലെന്നതും ചർച്ചയാകുകയാണ്. ഇതോടെ പദ്ധതിയുടെ തീരുമാനമെടുക്കൽ നടപടിക്രമങ്ങളിലും സർക്കാർ സംവിധാനങ്ങളുടെ പങ്കാളിത്തത്തിലും കൂടുതൽ ചോദ്യങ്ങൾ ഉയരുകയാണ്. അതേസമയം മെസ്സിയുടെ പേരിൽ നടന്നുവെന്ന് ആരോപിക്കുന്ന കള്ളക്കളികൾ അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി, ചട്ടലംഘനം എന്നിവയാണ് പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരുന്നത്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളും ഇതിനിടെ പുറത്തുവന്നു. പദ്ധതിയുടെ ഘടന തന്നെ അസാധാരണമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളിലൊന്ന്. സർക്കാർ സംവിധാനങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് സ്വകാര്യ കമ്പനിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് എന്ന വിമർശനവും റിപ്പോർട്ടിലുണ്ട്. പദ്ധതിക്കായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ കമ്പനിയെ തിരഞ്ഞെടുത്തതിന്റെ കാരണം വ്യക്തമാക്കുന്ന കൃത്യമായ ഉത്തരവുകളോ രേഖകളോ ലഭ്യമല്ലെന്നും സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയുടെ ഭാഗമായി നടന്നത് പ്രധാനമായും വിദേശ നാണ്യ വിനിമയവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പദ്ധതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, സ്വകാര്യ കമ്പനിയുടെ പങ്കാളിത്തം, സർക്കാർ സംവിധാനങ്ങളുടെ ഉപയോഗം, കരാർ നടപടികളിലെ സുതാര്യത എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങളാണ് ഇനി പരിശോധിക്കപ്പെടുക. മുൻ മന്ത്രിയുടെ നേരിട്ടുള്ള ഇമെയിൽ ഇടപെടലുകൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയമായും ഭരണപരമായും വിവാദം കൂടുതൽ ശക്തമാവുകയാണ്. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും വിശദാംശങ്ങളും പുറത്തു വന്നതോടെ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനുള്ള പദ്ധതിയുടെ പിന്നാമ്പുറ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.